നിങ്ങളിതെല്ലാം ചെയ്ത് കാണും അല്ലേ? വിഷൻ ബോർഡ് ഉണ്ടാക്കി, നിങ്ങളുടെ അഫർമേഷൻസ് 100 തവണ എഴുതി, ഒരിടത്തിരുന്ന് അതിനായി ആഗ്രഹിച്ചു, ആ ഫലം കിട്ടിയതായി ഫീൽ ചെയ്യാൻ നോക്കി, എന്നിട്ട് കാത്തിരുന്നു, പിന്നെയും കാത്തിരുന്നു, ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുവാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഇത് എനിക്ക് മാത്രം വർക്കാവാത്തത്? പ്രശ്നം ഇതാണ്, നമ്മളെല്ലാവരും ഒരു തെറ്റിദ്ധാരണയിലാണ്. മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് ആണെന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അത് വെറുതെ ആഗ്രഹിച്ച് കാത്തിരുന്നാൽ മതിയെന്ന്, കഷ്ടപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു കുറുക്കു വഴിയാണെന്ന്. സത്യത്തിൽ അതല്ല മാനിഫെസ്റ്റേഷൻ. അത് വെറുതെ സമയം കളയലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സത്യം പറയാം, മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് അല്ല, അതൊരു പ്രാക്ടിക്കൽ ഫോർമുലയാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് തരുന്നു എന്നതിലല്ല, നിങ്ങൾ എന്ത് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിലാണ് കാര്യം. യഥാർത്ഥ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, മാനിഫെസ്റ്റേഷൻ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത്. എപ്പോഴാണോ ഈ 3ഉം സിങ്ക് ആവുന്നത്, അപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളെ വെറുതെ ആഗ്രഹിക്കുന്നത് നിർത്തി ഒരു വ്യക്തത, ക്ലാരിറ്റി കൊണ്ടുവരണം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ജിന്നാണ് നമ്മുടെ ബ്രെയിൻ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഒരു ജിന്നല്ല, അതൊരു GPS ആണ്. നിങ്ങൾ കാറിൽ കയറി എങ്ങോട്ടാ പോവേണ്ടതെന്ന് ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്യാതെ വണ്ടി എടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. പെട്രോളും പോവും, സമയവും പോവും, എനർജിയും പോവും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. എനിക്ക് വിജയിക്കണം എന്നത് ഒരു ആഗ്രഹം മാത്രമാണ്. എനിക്ക് ഫ്രീഡം വേണം എന്നതും നല്ലൊരു ആഗ്രഹമാണ്. പക്ഷേ ഇതൊന്നും ഒരു ഡെസ്റ്റിനേഷൻ അല്ല. വ്യക്തതയാണ് ഡെസ്റ്റിനേഷൻ. എനിക്ക് വിജയിക്കണം എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം: ഈ വർഷം ഞാൻ എൻ്റെ ബിസിനസ് വരുമാനം 20% കൂട്ടും. എനിക്ക് ഹെൽത്തി ആവണം എന്നതിന് പകരം ഞാൻ ഈ ആഴ്ച 3 ദിവസം ജിമ്മിൽ പോവും, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കും. വ്യക്തതയില്ലാത്ത ആഗ്രഹങ്ങൾ കാറ്റിൽ പറക്കും. വ്യക്തമായ ലക്ഷ്യങ്ങൾ നിങ്ങളെ വഴി കാണിക്കും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, പോസിറ്റീവായി ചിന്തിക്കുന്നതിൻ്റെ കൂടെ പ്രവൃത്തിയും, ആക്ഷൻ കൂടി വേണം. പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം വിജയം നമ്മളെ തേടി വരുമെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വണ്ടിയിലെ ഫ്യൂവൽ മാത്രമാണ്. അതല്ല വണ്ടി. അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. പക്ഷേ വണ്ടി ഓടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ജിമ്മിൽ പോയി എനിക്ക് എന്നെ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മെസ്സിൽ വരില്ല. നിങ്ങൾ അവിടെ പോയി വെയിറ്റ് എടുക്കണം. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം, നമ്മൾ കടയിൽ പോകാനുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ്, ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് ലക്ഷ്യം എഴുതി വെക്കുന്നത്. ആ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് വാങ്ങണമെന്ന് ഓർമ്മയുണ്ടാവും. പക്ഷെ നമ്മൾ കടയിൽ പോയില്ലെങ്കിൽ ആ ലിസ്റ്റ് കൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ല. എപ്പോഴാണോ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി വ്യക്തത വരും. എപ്പോഴാണോ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, അപ്പോൾ ഒരു മൊമെന്റം കിട്ടിത്തുടങ്ങും. അപ്പോൾ ഞാൻ സമ്പത്തുണ്ടാക്കുകയാണ് എന്നാണ് നിങ്ങളുടെ അഫർമേഷൻ എങ്കിൽ, നിങ്ങളുടെ ആക്ഷൻ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കുറച്ചു പൈസ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്യാൻ സെറ്റ് ചെയ്യലാണ്. അഫർമേഷൻ മാത്രം അത് വെറും ദിവാസ്വപ്നം. ആക്ഷൻ മാത്രം അത് വെറും ഓട്ടം. പക്ഷേ അഫർമേഷനും ആക്ഷനും കൂടെ ചേർന്നാലോ, അതൊരു രക്ഷയില്ലാത്ത ഫോർമുലയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പോകുന്ന വഴിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. നമുക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട്, സ്മൂത്തായിട്ട് നടക്കുമെന്ന്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ തെറ്റായ വഴിയിലാണെന്നല്ല. മിക്കവാറും നിങ്ങൾ ശരിയായ വഴിയിലായതുകൊണ്ടാണ്. വേദന വരുന്നത് വഴി തെറ്റിയത് കൊണ്ടല്ല, അത് നിങ്ങൾ വളരുന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അത്രത്തോളം വിലയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ സഹിക്കുന്ന വേദനയേക്കാൾ വലുതായിരിക്കണം
നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടവും പാഷനും. ബുദ്ധിമുട്ടാണെന്ന് കരുതി നിർത്തിപ്പോവരുത്. ഒരു തടസ്സം വരുമ്പോൾ അതിനെ വേറെ രീതിയിൽ കാണുക. ഇത് നിങ്ങളെ തടയാനുള്ള മതിലല്ല, ഇതൊരു വർക്കൗട്ടാണ്. അടുത്ത ലെവലിലേക്ക് പോകാൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിന് പുതിയൊരു അർത്ഥം കൊടുക്കാം. അത് കാറിനോ വീടിനോ പണത്തിനോ വേണ്ടി വെറുതെ കാത്തിരിക്കുന്ന ഏർപ്പാടല്ല. അതെല്ലാം വെറും സാധനങ്ങൾ, സ്റ്റഫ് മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ എന്ത് നേടുന്നു എന്നതല്ല, ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ ആരായി മാറുന്നു എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് മാത്രം വില കൊടുത്ത് നിങ്ങളുടെ വളർച്ചയെ വില കുറച്ച് കാണരുത്. റിസൾട്ടിന് മാത്രം വില കൊടുത്ത് ആ പ്രോസസ്സിനെ വില കുറച്ച് കാണരുത്. നിങ്ങൾക്കൊരു മാജിക്കിൻ്റെയും ആവശ്യമില്ല. അതിനേക്കാൾ വലുത് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വ്യക്തതയുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. പിന്നെ സ്ഥിരമായി ഒരുമിച്ച് ആക്ഷൻ എടുക്കാനുള്ള കഴിവുണ്ട്. ഇനി ആഗ്രഹിച്ചിരിക്കുന്നത് നിർത്തൂ. പോയി ഉണ്ടാക്കിയെടുക്കൂ.